നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമുക്ക് KSRTC അതുപോലെ തന്നെ വഴിതടയൽ, KSRTC ഡ്രൈവർ, ബസ് മേയർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ ഭർത്താവായിട്ടുള്ള സച്ചിൻ ദേവ് MLA-യും അതുപോലെ KSRTC ഡ്രൈവർ യദുവുമായി നടു റോഡിൽ വെച്ചുണ്ടായ തർക്കമാണ്. വളരെ ചെറിയൊരു വിഷയം. അതാണ് ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ കേരള പോലീസ് അടക്കം ആ ഒരു കേസിന്റെ പിന്നാലെയാണ്. മാത്രവുമല്ല, നല്ല രീതിയിലൊരു സപ്പോർട്ടാണ് ഈ ഒരു വിഷയത്തിൽ ഡ്രൈവർ യദുവിന് ലഭിച്ചത്. ഒരു സിനിമ സ്റ്റൈലിൽ വന്നിട്ട് ബസ് തടഞ്ഞുകൊണ്ടായിരുന്നു മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ സച്ചിൻ ദേവ് MLA ഈ ഡ്രൈവറോട് തർക്കിച്ചത്. അവരുടെ വണ്ടിക്ക് സൈഡ് കൊടുത്തില്ല, അല്ലെങ്കിൽ അപകടം നിറഞ്ഞ പോലെ വണ്ടി ഓടിച്ചു, അല്ലെങ്കിൽ ലൈംഗിക ചേഷ്ടകൾ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് യദു ഡ്രൈവറെ നോക്കി കാണിച്ചു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളായിരുന്നു തുടക്കം മുതൽ തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ ഉന്നയിച്ചത്. പക്ഷേ ആ ഒരു സംഭവം പുറത്തു വന്നപ്പോൾ, ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ മുഴുവൻ ഇറക്കിവിട്ട സംഭവം എല്ലാം പുറത്തു വന്നപ്പോൾ ഡ്രൈവർക്കൊപ്പം കേരളം നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. അതിന് പിന്നാലെ പല വിധത്തിൽ ഡ്രൈവർ യദുവിനെ കുടുക്കാനുള്ള രീതികളും അതുപോലെ തന്നെ പല അടവുകളും പിന്നീട് അവർ പയറ്റുകയുണ്ടായി. പക്ഷേ ഏതായാലും കോടതി വരെ പറഞ്ഞു ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം നടത്താൻ. അതുകൊണ്ട് തന്നെ മേയർക്കെതിരെയും അതുപോലെ സച്ചിൻ ദേവിന് MLA-ക്കെതിരെ FIR ഇട്ട് അന്വേഷണം നടക്കുകയാണ്. ഏതായാലും അതേ ഒരു മോഡൽ തന്നെയാണ് ഇപ്പോൾ കണ്ണൂരിലും ഒരു സംഭവം ഉണ്ടായത്. അതായത് കണ്ണൂരിലും അർദ്ധരാത്രിയിൽ KSRTC ബസ് തടഞ്ഞ് ഡ്രൈവറെ ആക്രമിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ 7 യുവാക്കളെ പോലീസ് ഉടനടി അവിടെ വെച്ച് തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ഉണ്ടായത്. വ്യാഴാഴ്ച രാത്രി 12:20 ഈ ഒരു സംഭവം നടക്കുന്നത്. എറണാകുളത്ത് നിന്ന് കൊല്ലൂർ മൂകാംബിക വരെ പോകുന്ന സ്വിഫ്റ്റ് ബസ് കണ്ണൂർ KSRTC സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് യുവാക്കൾ അക്രമാസക്തരായി പിന്നാലെ എത്തിയത്. ബൈക്കുകളിലെത്തിയ യുവാക്കൾ ഡ്രൈവറെ അസഭ്യം പറയുന്നതിനെയും ബസിന്റെ സൈഡ് മിററിൽ അടിക്കുന്നതിനെയും ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരാൾ ഡ്രൈവർ ഡോറിലൂടെ ബസ്സിനുള്ളിൽ പ്രവേശിച്ച് ഡ്രൈവറെ മർദ്ദിക്കുകയും വധഭീഷണി മുഴക്കുകയും അതുപോലെ തന്നെ അസഭ്യം പറയുന്നതും ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും. KSRTC കണ്ണൂർ സ്റ്റേഷൻ മാസ്റ്റർ K അരുൺദാസ് നൽകിയ പരാതിയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഡ്രൈവർ അപകടകരമായ രീതിയിലാണ് വണ്ടി ഓടിക്കുന്നതെന്ന് ആരോപിച്ചാണ് യുവാക്കൾ അതിക്രമം നടത്തിയത്. അപ്പോൾ ഇവർ ആദ്യമേ വരുന്ന വഴിയിലാണ് KSRTC-യുമായി ഇത്തരത്തിലൊരു തർക്കമുണ്ടായപ്പോൾ വണ്ടി നിർത്താൻ അവർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ KSRTC നിർത്തിയില്ല. തുടർന്ന് ആ വണ്ടി സ്റ്റാൻഡിലെത്തിയപ്പോഴാണ് യുവാക്കൾ പിന്തുടർന്ന് എത്തിയിട്ട് ഇത്തരത്തിലൊരു അതിക്രമം നടത്തിയത്. സംഭവത്തിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അസഭ്യം വിളിക്കുകയും ഇതിനുശേഷം ഡ്രൈവറെ മർദ്ദിക്കുകയും ചെയ്തത് പരാതിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഉടനടി എത്തി ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ ഒരു സംഭവം പുറത്തു വന്നപ്പോൾ അതിൽ നിറയെ ആളുകൾ കമന്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ മേയറുടെ വിഷയം വന്നപ്പോൾ മേയർക്കെതിരെ ഒരു വിരൽ അനക്കാൻ കേരള പോലീസിനെ കോടതിയിൽ നിന്നൊരു വിധി വരേണ്ടി വന്നു. പക്ഷേ ഈ ഒരു സംഭവം സാധാരണക്കാരായിട്ടുള്ള കുറച്ച് യുവാക്കൾ അവർ പറയുന്ന കാര്യങ്ങളിൽ ന്യായമുണ്ടോ എന്നൊന്നും അറിയില്ല, തെറ്റാരുടെ ഭാഗത്താണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്നിരുന്നാലും അവരും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഒരു ബസ് തടയുകയും അതുപോലെ തന്നെ അക്രമാസക്തരായി പെരുമാറുകയും ചെയ്തപ്പോൾ അവരെ ഓൺ ദി സ്പോട്ടിൽ തന്നെ പൊക്കാൻ പോലീസിനെ കൊണ്ട് സാധിച്ചു. അപ്പൊ എന്താണ്, രണ്ട് കാര്യത്തിലും രണ്ട് തരത്തിലാണോ ന്യായം എന്നുള്ള രീതിയിലാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്ന പ്രതിഷേധം. ഏതായാലും ആ ഒരു വിഷയം ഇവിടെ നിൽക്കുന്നുണ്ട്. മേയർ ഡ്രൈവർ തർക്കത്തിൽ നിർണായക നീക്കവുമായി പോലീസ് നീങ്ങുകയാണ്. എല്ലാവരുടെയും മൊഴി എടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ആ ഒരു കേസിൽ ഏറ്റവും നിർണായകമായിരുന്നു ആ KSRTC ബസ്സിലുണ്ടായിരുന്ന CCTV ദൃശ്യങ്ങൾ. പക്ഷേ ആ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ, മെമ്മറി കാർഡ് അടക്കം കാണാതായതാണ് ഈ കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് പോകാൻ കാരണം. ഏതായാലും ഇപ്പോൾ നിലവിൽ അന്വേഷണം നടക്കുകയാണ്. ഇതിൽ പ്രതികളായിട്ടുള്ളവരുടെയും അതുപോലെ തന്നെ യദുവിന്റെ അടക്കം മൊഴികൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്.